പുതിയവരേക്ക് എവരിബഡി ബഹ്റൈൻ മലയാളികളുടെ പ്രതീക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം തടുക്കുവാൻ, വിജയത്തിൻ സർഗശക്തിയാമൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. നിങ്ങളിൽ പ്രതീക്ഷയുണർത്തി സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒരു കോടി ഭാഗ്യവാൻ പരിപാടിയിലേക്ക് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ബഹ്റിനിലെ മനാമയിൽ പരസ്യക്കാരനായി കഴിഞ്ഞുകൊടുത്ത മിസ്റ്റർ സത്യനെയാണ്. സസന്തോഷം സ്വാഗതം ചെയ്യാം മിസ്റ്റർ സത്യൻ. വെൽക്കം സത്യൻ. സത്യനെ പരിചയപ്പെടുത്തുമ്പോൾ കഴിഞ്ഞു കൂടുന്ന ഒരു പദം ഞാൻ ഉപയോഗിച്ചു. ക്ഷമിക്കണം കേട്ടോ. അതെന്താ സാർ, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ കഴിഞ്ഞു കൂടല്ലേ, അല്ലാതെ ജീവിക്കുമല്ലോ. ആട്ടെ, ഇപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കോവിഡിന് ശേഷം ജീവിതമൊക്കെ താറുമാറായി സാർ. സത്യം പറഞ്ഞ ഈ കോവിഡിന് ശേഷം ഒരു സ്ഥിരമായ ജോലി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോ കോവിഡ് എല്ലാം മാറി യാത്രാനുവാദമൊക്കെ ഉണ്ടല്ലോ. നാട്ടിലൊന്നും പോയില്ലേ സത്യം? സാർ, നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം കഴിയാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളല്ലേ നമ്മളെവിടെ പിടിച്ചു നിർത്തുന്നത്. ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് കടല് കടന്ന് ഞാനിവിടെ എത്തിയത്. ഇവിടെ ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായി? അത് ഏതാണ്ട് 10 വർഷമായി. എന്നാലും കാര്യമായൊന്നും സമ്പാദിക്കാൻ ഒത്തില്ല. വെറും കൈയും വീശി നാട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ്. സത്യന് വെറും കൈ വീശി നാട്ടിലേക്ക് പോകാതെ കൈ നിറയെ പണവുമായി പോകാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. സന്തോഷം. മിസ്റ്റർ സത്യൻ, ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയുമല്ലോ? അറിയാം സാർ. ആകെ 20 ചോദ്യമാണുള്ളത്. ഓക്കെ. അതിൽ 20 ശരി ഉത്തരം നൽകിയാൽ സത്യന് ലഭിക്കാൻ പോകുന്നത് 1 കോടി രൂപയാണ്. സന്തോഷം. എങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തീർച്ചയായും. വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഓക്കെ. ഒരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടാണ്. മോണിറ്റർ നോക്കിക്കോളൂ. മൂത്തവർ ചൊല്ലും ഡാഷ് ആദ്യം കഴിക്കും പിന്നെ മധുരയ്ക്കും. ഓപ്ഷൻ എ നാരങ്ങ, ബി പാവയ്ക്ക, സി നെല്ലിക്ക, ഡി പേരയ്ക്ക. സത്യൻ പറയൂ. സാർ പറഞ്ഞോട്ടെ? തീർച്ചയായും. ഓപ്ഷൻ സി നെല്ലിക്ക. ഒരു സംശയമില്ല. സംശയമേ ഉള്ളത്. സത്യൻ പറഞ്ഞ ഉത്തരം വൈറ്റമിൻ സി ധാരാളമുള്ള നെല്ലിക്ക ശരി ഉത്തരമാണ്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക, അതിൽ ഒരു ഗുണപാഠം കൂടി ഇല്ലേ? അതെ. സത്യം പറഞ്ഞ ഞാൻ ഈ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഭാര്യയുടെ മൂത്ത സഹോദരൻ പറഞ്ഞിരുന്നു പോണ്ടെന്ന്. അന്ന് ഞാനത് കേട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ കയ്പ് അനുഭവിക്കുന്നത്. എങ്കിൽ ഈ പഴഞ്ചൊല്ലിന് ഒരു പ്രസക്തി ഇല്ലാതാക്കാനും സത്യന്റെ എല്ലാ കഴിപ്പും മാറി മധുരം നുണയുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. തീർച്ചയായും. അതിനു മുമ്പ് ചോദിക്കട്ടെ, സത്യന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എന്റെ ഭാര്യ മരിച്ചു. 2 പെൺമക്കളാ. മൂത്തവളെ കെട്ടിച്ചയച്ചു. രണ്ടാമത്തവള് +2 പഠിക്കും. അപ്പോ ഭാര്യ മരിച്ചു. എന്താ അസുഖമായിരുന്നോ? അതെ സാർ, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഒരുപാട് കാലം ചികിത്സിച്ചു. കിടപ്പാടം വരെ നിൽക്കേണ്ടി വന്നു. മൂത്ത മോളുടെ പഠിപ്പും നിർത്തേണ്ടി വന്നു. ഡിഗ്രിക്ക് വെച്ച് അമ്മയെ നോക്കാനേ. അപ്പോ ഇളയ മകൾ ഇപ്പൊ ആരുടെ കൂടെയാ? അവള് അവളുടെ അമ്മയുടെ വീട്ടിലാ. അവിടെ അവളെ നോക്കാൻ അമ്മാവനും അമ്മായിയും ഉണ്ടല്ലോ. ഓക്കെ, സത്യന്റെ കുടുംബവിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. തീർച്ചയായും. സത്യൻ ഒരു ചിത്രകാരനായത് കാരണം രണ്ടാമത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടതാണ്. മോണിറ്റർ നോക്കിക്കോളും. വിശ്വപ്രസിദ്ധമായ മൊണാലിസ എന്നുള്ള സൃഷ്ടി ഇത് വരച്ച ചിത്രകാരൻ ആരാണ്? ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ, ബി
ലിയനാർഡോ ഡാവിഞ്ചി, സി രാജ രവിവർമ്മ, ഡി വിൻസെന്റ് വാൻ ഗോഗ്. സർ പറയൂ. ആക്ച്വലി ഓപ്ഷൻ ഒന്നും വേണമെന്നില്ലായിരുന്നു. എനിക്കറിയാം, അത് ലിയനാർഡോ ഡാവിഞ്ചി. ഒരു സംശയമില്ല. സംശയമില്ല സർ. മൊണോലിസയെ കാണുമ്പോഴേ ഡാവിഞ്ചിയാണോ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ലൈഫ് ലൈനുകൾ ഉപയോഗിക്കാട്ടോ. അതൊന്നും വേണ്ട, എനിക്കറിയാം. ഉറപ്പാണ്. 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 എങ്കിൽ സത്യൻ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ്. ലിയനാർഡോ ഡാവിഞ്ചി ശരി ഉത്തരമാണ്. അപ്പോ മൂത്ത മകളുടെ വിവാഹം കഴിപ്പിച്ചു അല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോ എത്ര പ്രാവശ്യം നാട്ടിലോട്ട് പോയി? അത് ആകെ ഒരു തവണ. എന്റെ ഭാര്യ മരിച്ചു. ഇപ്പോ പറയൂ, സത്യം പറഞ്ഞോളൂ. ഇല്ല സർ. ഇപ്പോ സത്യന്റെ മകളെ ഇപ്പോ വിവാഹം കഴിപ്പിച്ചയച്ചു അല്ലേ? അതെ സർ. കോവിഡ് കാലത്തായിരുന്നു വിവാഹം. അതുകൊണ്ട് തന്നെ എനിക്ക് പോവാനൊത്തില്ല. ഞാനിവിടെ പെട്ടുപോയല്ലോ. എങ്കിൽ പ്രിയ പ്രേക്ഷകരെ, സത്യന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുടെ കാത്തിരിക്കാം. അതുവരേക്കും ഒരു ചെറിയ ഇടവേള. നമസ്കാരം. എന്റെ ഇളയ മകൻ മൂത്തവൻ ബൈജു. ഞാൻ ശിവശങ്കരൻ, വില്ലേജ് ഓഫീസർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഒരു 12 വർഷമായി. ഞാൻ സദാനന്ദൻ, കൃഷിക്കാരനായിരുന്നു. മോളുടെ അമ്മാനാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുക. കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രോക്കർ പറഞ്ഞിട്ടുണ്ട്. അയാൾ വന്നില്ലേ, പുള്ളിയുടെ ഇടപാടുള്ള ഒരു കല്യാണം ഉണ്ട്. അപ്പോ വില ചില്ലറ കിട്ടുന്ന കേസല്ലേ, വൈകിട്ടൊക്കെ വീട്ടിലേക്ക് വരും. പോലെ എവിടെയാ ജോലി? ഞാൻ അടൂര് പോലീസ് സ്റ്റേഷനിലാണ്. അവനിപ്പോ ഏസിയല്ലോ. ഇവന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതാ. എന്തു പറയണം, 1 വർഷം തികച്ചു നിന്നില്ല ആ ബന്ധം. അതിവന്റേതല്ലാത്ത കാരണത്താലാണ് ആ ബന്ധം അങ്ങ് പിരിഞ്ഞു. അതൊന്നും ഇന്നത്തെ കാലത്ത് അസാധാരണമല്ലല്ലോ. പിന്നെന്താ, പിന്നെ സമയം കളയണ്ട. എങ്ങനെ വിളിക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ സിംഗോ ചായ അവരെ പറ്റി കൊണ്ടുവരൂ. ശാരദ എന്റെ ഭാര്യ, മോളുടെ അമ്മ. പിന്നെ സമയം കളയണ്ട. അതൊക്കെ ഒന്നും കാര്യമില്ലത്. ഇതൊക്കെ ആരോ പുതിയ ശീലങ്ങളല്ലേ. അങ്ങനെയല്ലല്ലോ. നിങ്ങളെല്ലാം തുറന്ന പറയാനും സംസാരിക്കുന്നത് എന്താന്ന് പറയണം. ഞാനിങ്ങനെ കല്യാണം കഴിക്കുമ്പോഴേ പെണ്ണിനെ ആദ്യമായിട്ട് കണ്ട പന്തിന് വെച്ചാ അവനെന്തെങ്കിലും പറയാനുണ്ടായി പറയുന്ന എന്റെ രീതി അവനുണ്ടായിരുന്നു. നിനക്ക് എന്നാണ് നീ ഒന്നാ ഇവിടെ എടുക്കാം. എടാ നിനക്ക് ഒന്നും പറയണ്ടോ? അച്ഛൻ പറയുന്നത് കണ്ടോ, അവന് അച്ഛനും അമ്മയും പറയുന്ന കവിഞ്ഞൊന്നുമില്ല. അങ്ങനെ നമ്മൾ വളർത്തിയിരിക്കുന്നതാണ്. എന്നാ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം.
എന്താ ഫോൺ അകത്തേ പോയി. എന്തായാലും എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അല്ലടാ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാ ഓന്റെ ഇഷ്ടം കൂടി അറിയണ്ടേ. ഓ അത് വേണം പിന്നെ അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാ കുറിച്ച് പറഞ്ഞു വെച്ചാ മതി. ഓ കാര്യങ്ങൾ സംസാരിക്കും. ആ അപ്പൊ പിന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. കേറിയ ഇനി അങ്ങോട്ടൊന്നും പറയുന്നില്ല. എന്റെ മകനോട് സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നൊന്നും നോക്കുന്നില്ല. നമ്മളെ ഡിമാൻഡ് അങ്ങോട്ട് പറയാം. ഒരു 50 ലക്ഷം രൂപയും ഒരു 50 പവൻ സ്വർണവും. എന്തേ സത്യം വെളുപ്പിലാണ്. ഓ ഓ ഓ അതാണല്ലോ കാര്യങ്ങൾ തീരുമാനിച്ചത്. പറയാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചിട്ടേ എനിക്ക് പറഞ്ഞേച്ചാ മതി. അപ്പൊ പിന്നെ ശരി. ഓ മാന്യ പ്രേക്ഷകരെ, ഒരു കോടി ഭാഗ്യവാൻ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ 10 ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് സത്യം നേടിയിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായും. മോളുടെ വിവാഹം കഴിപ്പിച്ചു വിട്ടുവല്ലേ? അതെ സർ, അത് കോവിഡ് കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു ചടങ്ങായിട്ട് അതിന് നടത്തി. എനിക്ക് പോകാനൊത്തില്ല, ഞാൻ ഇവിടെ പെട്ടുപോയല്ലോ. അതെ, ഗൾഫിൽ വന്നിട്ട് ഇപ്പൊ എത്ര പ്രാവശ്യം നാട്ടിലോട്ട് തിരിച്ചു പോയി? ഞാനാകെ ഒരു തവണ, അത് ഭാര്യ മരിച്ചപ്പോ. കഷ്ടമായി. ഒരു കണക്കിന് മകളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് തലയിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഉണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ അത് ശരിയല്ല സർ. അതെന്താ? സത്യം സത്യം മാത്രമേ പറയൂന്ന് വിചാരിച്ചത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിപ്പോ അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തെങ്കിലും അവള് വീട്ടിൽ വന്ന് നിപ്പാന്നാ കേട്ടത്. മാന്യ പ്രേക്ഷകരെ, സത്യന്റെ കുടുംബകാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും അറിയാം. കുറച്ചു നേരം കാത്തിരിക്കൂ, ഒരു ചെറിയ ബ്രേക്ക്. ഇറങ്ങി വന്നത് എന്റെ മോള് കരയാതെ എല്ലാത്തിനും സമാധാനം ഉണ്ടാവും. സ്വന്തവും പണവും തീർന്നു കൊടുക്കാതെ അങ്ങോട്ട് ചെല്ലാണ്ടെന്നോ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാൻ കാരണമാണോ? ആരെ? നിന്റെ പോലീസുകാരെ കൊണ്ടാവോ? ആരെങ്കിലും ശ്രമിക്കോ? വിടുന്നില്ല. മൂന്നമാരെ കൊണ്ട് കഴിപ്പിച്ച് ആ പെൺകുട്ടിയുടെ കാണാൻ മോള് വിഷമിക്കണം. അമ്മാവിന്റെ ഈ അവസ്ഥയിൽ മോളെ സഹായിക്കാൻ പറ്റില്ല മോൾക്ക് അറിയാലോ. മോളുടെ അച്ഛനെ വിളിച്ച് എല്ലാ കാര്യങ്ങൾ സംസാരിക്കണം. ഒരാഴ്ച മോൾ ഇവിടെ നിൽക്കും, അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവിടാം. 1 മാസത്തെ അവധിയും പറയാം. ശാരദെ അവൾ അകത്തേക്ക് കൊണ്ടുപോകും. അവള് അപ്പുറത്തെ വീട്ടില് ഓൺലൈൻ ക്ലാസ്. ഇതുവരെ 19 ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് സത്യം നേടിയിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന 20ാമത്തെ ഈ കുഴക്കുന്ന ട്വിസ്റ്റുള്ള ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സത്യന് ലഭിക്കാൻ പോകുന്നത് 1 കോടി രൂപയാണ്. മറിച്ച്
ഈ ഉത്തരം തെറ്റാണെങ്കിൽ സത്യന് പഴയ 5 ലക്ഷം രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. പറയൂ. ഇനി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ഈ 50 ലക്ഷം രൂപ സത്യന് ലഭിക്കും. ഓക്കെ, സത്യൻ എന്ത് പറയുന്നു? നമുക്ക് പോകാം. അത് വേണ്ട സാർ, ഞാൻ പിന്മാറുന്നു. ഒന്നുകൂടി ആലോചിച്ചൂടെ? ഇല്ല, ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പിന്മാറുകയാണ്. ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ 50 ലക്ഷം കൊണ്ട് എനിക്ക് ഇതുവരെ ഉണ്ടായ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ സ്ഥലം വാങ്ങി ഒരു കുഞ്ഞു കൂര. എനിക്ക് അത്രയൊക്കെ സ്വപ്നങ്ങൾ എഴുതും സാർ. അത്യാഗ്രഹം പാടില്ലല്ലോ. അല്ല, അത്യാഗ്രഹമില്ലാത്തവർ ഈ ലോകത്തുണ്ടെന്ന് സത്യൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആട്ടെ, ഈ 50 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞാൽ നാട്ടിലോട്ടായിരിക്കും പോകുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും നാട്ടിലേക്ക് തന്നെയാണ്. എന്റെ മക്കളെ കാണാതെ എനിക്ക് ഇനി ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. ആദ്യം തന്നെ മൂത്ത മോളുടെ വീട്ടിലേക്കാണ്. അവിടെ ഒരു കട ഉണ്ടല്ലോ, ആ കട ഒന്ന് തീർക്കണം. പിന്നെ നാട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം ഇങ്ങ് തിരിച്ച് ഗൾഫിലോട്ട് തന്നെ വന്നേക്കണേ. ഞങ്ങളെ കൈവിടരുത്. ഒരിക്കലുമില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഗൾഫിലാണ്. എന്റെ പ്രവാസി സുഹൃത്തുക്കളാണ് എല്ലാ കാലത്തും എല്ലാ കഷ്ടത്തിലും എന്റെ കൂടെ നിന്നിട്ടുള്ളത്. അവരെ കൈയൊഴിയാൻ എനിക്ക് പറ്റില്ലല്ലോ. സന്തോഷം, വളരെയധികം സന്തോഷം. എന്നാൽ സത്യൻ പിന്മാറിയ സ്ഥിതിക്ക് നമുക്ക് ഈ മത്സരം വേണ്ടി വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായും. സത്യന്റെ എല്ലാ കഷ്ടതകളും മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. മാന്യ പ്രേക്ഷകരെ, മറ്റൊരു മത്സരാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. നാട്ടിലേക്ക് പോയിട്ട് വരാം. സാറേ, നീ ചെല്ല്, സമയമായി. പിന്നെ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. ശരി സാർ, പോട്ടെ. പലടാ. നാട്ടിൽ ചെന്നിട്ട് മകന്റെ അടുത്ത് പോകണം. ഓ, തീർച്ചയായിട്ടും. അവിടെ ചെന്ന് അങ്ങനെ കറങ്ങിയൊന്നും നടന്നേക്കരുത്. ഇനി തിരിച്ചു വരണം. തീർച്ചയായിട്ടും പലടാ. ഞാൻ പലരുടെ അടുത്ത് നിന്ന് കടം മേടിച്ചിരുന്ന മൊബൈലാ. ഇനിയിപ്പോ തൽക്കാലം എനിക്കിത് ആവശ്യമില്ലല്ലോ. ഇത് ബാലട്ടം വെച്ചോളൂ. അതിൽ പക്ഷെ എന്റെ സിമ്മുണ്ട്. എനിക്ക് ഈ ഭാഗ്യവാനിലെ 50 ലക്ഷം കിട്ടിയ കാര്യം നാട്ടിൽ അറിയില്ലല്ലോ. ആ രഹസ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊരു സർപ്രൈസ് ആക്കാം. അതുകൊണ്ടാ. തീർച്ചയായിട്ടും ഞാനും അത് ആരോട് പറയുന്നു. അതൊരു രഹസ്യമായിട്ടിരിക്കട്ടെ. പിന്നൊരു കാര്യം, ഞാനൊരു ചെറിയ ചോദ്യം നിന്റെ കയ്യിൽ തന്നു. അതെ അതും അത് നിരക്കൊക്കെ ചോദിക്കുമ്പോ അതെന്റെ വീട്ടിൽ കൊടുത്തേക്കണേ. തീർച്ചയായിട്ടും അതൊന്നും മറക്കില്ല. ഓക്കെ ചെല്ലുവേ. ശരി, ബൈ. ഹലോ ആരെ? അതെ, ആരേട്ടനാ? ഇവിടെ സത്യനോടൊപ്പം ജോലി ചെയ്യുന്ന ആരേട്ടനാ? എന്ത് അവള് പോയടോ? സത്യന്റെ മകൾ സിന്ധു അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിച്ചതാണ്. ഇന്നും അസ്തമിച്ചിട്ടില്ലാത്ത സ്ത്രീധനമെന്ന ദുരാചാരത്തിനിരയായ പെൺകുഞ്ഞുങ്ങൾക്കായി ഈ നാടകം സമർപ്പിക്കട്ടെ. ഓരോ പ്രതീക്ഷകളും അപ്രതീക്ഷിതമായ ദുരന്തത്തിലേക്ക് കുതിക്കുമ്പോൾ ഒന്നോർക്കുക, വിലക്കപ്പെടേണ്ടതിനെ എതിർക്കുക, പ്രതികരിക്കുക.